നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 13-ാം തീയതി 1201 ആണ്ട് ചിങ്ങമാസം 28-ാം തീയതി ശനിയാഴ്ച. ശനിയാഴ്ചയാണ്. കാർത്തിക നക്ഷത്രമാണ്. ഉദയ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക ശുഭനക്ഷത്രമല്ല. മാത്രമല്ല ഇന്ന് ശനിയാഴ്ചയാണ്, മന്ദൻ്റെ ദിവസമാണ്. അപ്പോൾ ആഴ്ചയും കൊള്ളൂല, ഇന്നത്തെ നാളും കൊള്ളൂല. അതുകൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങൾക്കൊന്നും തുനിയരുത്. കാരണം മന്ദൻ്റെ ദിവസം മന്ദീഭവിച്ചു പോകും. ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഇങ്ങനെ ഇഴയും. അതുകൊണ്ട് പോകുന്ന ഓരോ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പോകണം. കാരണം ഇഴച്ചിലുണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ പൂർത്തീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം മന്ദീഭവിച്ചു പോകും. അതുപോലെ ചിങ്ങമാസത്തിലെ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ദോഷപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയാം. എന്തൊക്കെ ദോഷങ്ങൾ വരും? ശാരീരിക ബുദ്ധിമുട്ട് വരും, എല്ലാ കാര്യങ്ങൾക്ക് തടസ്സം വരും, സാമ്പത്തികമായി ഞെരുക്കും, രോഗാതിപീഡ ഉണ്ടാവും, ശത്രുഭയം ഉണ്ടാവും, അതുപോലെ ആക്സിഡൻറ്റ് വരാം. ഇങ്ങനെയുള്ള ദുർഫലങ്ങൾ ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതിന് അതിജീവിക്കാൻ വേണ്ടി ഒരു ശനി കവചം, അതായത് ശനീശ്വര യന്ത്രം, അസുഖമോ അസ്വസ്ഥതയോ വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ഒരു പ്രൊട്ടക്ഷൻ, ത്യാഗരക്ഷ ഒരു വർഷത്തേക്ക് വേണ്ടി ധരിച്ചുകൊള്ളുക. ഒരു ശനി കവചം. അതുപോലെ ഇന്ന് നമുക്ക് നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ മന്ദത ഉണ്ടാവാതിരിക്കാൻ, വഴി കിടന്ന് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി രാഹുകാല സമയം നോക്കി യാത്ര ഇറങ്ങണം. രാഹുകാല സമയം 9 തൊട്ട് 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9:10 രാഹുകാലം. 9 മണി 19 മിനിറ്റ് തൊട്ട് 10 മണി 50 മിനിറ്റ് വരെയാണ് രാഹുകാല സമയം. അതുപോലെ ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് യമകണ്ഠനും ഗുളികനും. അതിൽ ഗുളികകാല സമയം വരുന്നത് 6:18 തൊട്ട് 7:48 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 1 മണി 51 മിനിറ്റ് തൊട്ട് 3:22 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. അതൊരു പ്രത്യേക പോസിറ്റീവ് എനർജിയുള്ള സമയമാണ്. പ്രപഞ്ചത്തിൽ കുറച്ച് ഏറ്റവും പോസിറ്റീവ് നിറഞ്ഞ സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അങ്ങനെ എന്തെങ്കിലും ശുഭകാര്യം ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം വരുന്നത് ശരിക്ക് 11 മണി 58 മിനിറ്റ് തൊട്ട് 12 മണി 44 മിനിറ്റ് വരെ വരുന്ന സമയം നമുക്ക് അഭിജിത്ത് മുഹൂർത്ത സമയം. നമുക്ക് അത്യാവശ്യം ചെയ്തേ തീരുള്ളൂ എന്ന എന്തെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും നമുക്ക് ശനീശ്വരൻ്റെ അനുഗ്രഹം സിദ്ധിക്കാനായി നമുക്ക് കറുത്ത തുണിയോ നീല തുണിയോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാക്കും. നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.